നമ്മളെക്കൊണ്ട് പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലായിപ്പോയി. അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിലായി. ഇവിടെ വന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാമെന്ന് ഡോക്ടർ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാല് മുറിച്ച് ആ ഒരു ഘട്ടം വരെ എൻ്റെ എത്തിയ ഒരു കാലാണ് ഞാനിവിടെ. വൂണ്ട് കംപ്ലീറ്റ്ലി ഇൻഫെക്റ്റഡ് ആയിട്ട് വളരെ കഷ്ടപ്പെട്ട ഒരു നിലയിലാണ് ഇങ്ങോട്ട് വരുന്നതും. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. സ്ഥലം തോട്ടപ്പള്ളി, അതായത് അമ്പലപ്പുഴയ്ക്ക് അടുത്താണ്. ഞാൻ വെരിക്കോസ് പെയിൻ്റെ അസുഖ സംബന്ധമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്നത്. തുടക്കത്തിൽ കാലിലെ ഇടത്തെ കാലിലായിട്ട് കണങ്കാലിലായിട്ടാണ് ചെറിയൊരു പൊട്ട് വന്നതാണ്. ആ പൊട്ട് വന്ന് അവസാനം ഇൻഫെക്ഷനായിട്ട് നമ്മളെക്കൊണ്ട് പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലായിപ്പോയി. അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിലായി എൻ്റെ കാലിൻ്റെ അവസ്ഥ. അപ്പം തുടക്കം ഞാൻ വന്ന ഹോസ്പിറ്റലിലായിരുന്നു തുടക്കത്തിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ജൂൺ മാസം 16-ാം തീയതിയാണ് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അവിടെ വന്ന് തുടക്കത്തിൽ അവർ ഒരു സർജറിയൊക്കെ ചെയ്തു. സർജറി ചെയ്ത് മാസങ്ങളോളം നീണ്ടത് ആ ചികിത്സ. അതിൽ നിന്ന് ഞാൻ പരിപൂർണമായിട്ട് സംതൃപ്തമായിട്ടില്ല. തിരിച്ച് ഞാൻ എൻ്റെ സ്വന്തക്കാരുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ ഈ KM ചെറിയാൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയും ഇവിടെ വന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാമെന്ന് ഡോക്ടർ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സർജറി ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ഇവിടെ ചെയ്തു തന്ന് എൻ്റെ കാല് പരിപൂർണമായിട്ടും എനിക്ക് ഭേദമാക്കി തരികയും ചെയ്തു. ഇപ്പം ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ്. എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇപ്പം നടക്കാൻ പോലും കാല് മുറിച്ച് ആ ഒരു ഘട്ടം വരെ എൻ്റെ എത്തിയ ഒരു കാലാണ് ഞാൻ ഇവിടെ വന്ന് പരിപൂർണമായിട്ടും സർജറി ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയി. ഒരു കുഴപ്പമില്ല. ഞാൻ ഡോക്ടർ സാനിയ സലീം, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാലിൽ വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നത്തെ തുടർന്നുണ്ടായ മുറിവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വലത് കാലിൽ പൂർണ്ണമായിട്ടും അൾസറായിട്ടായിരുന്നു പ്രസൻറ്റ് ചെയ്തിരുന്നത്. ഞങ്ങളുടെ അടുത്ത് വരുന്നതിന് മുന്നേ അദ്ദേഹം ഏകദേശം ഒരു 4-5 മാസത്തോളമായിട്ട് വളരെ കഷ്ടപ്പെട്ട് പല ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിലും പോയിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വൂണ്ട് കംപ്ലീറ്റ്ലി ഇൻഫെക്റ്റഡ് ആയിട്ട് വളരെ കഷ്ടപ്പെട്ട ഒരു നിലയിലാണ് ഇങ്ങോട്ട് വരുന്നതും. അദ്ദേഹം വന്നതിന് ശേഷം ഞങ്ങൾ കാല് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് വൂണ്ട് പ്രിപ്പയർ ചെയ്ത് വൂണ്ടിൻ്റെ ഇൻഫെക്ഷന് അനുയോജ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൾച്ചർ ചെയ്തതിന് ശേഷം കൊടുത്തതിന് ശേഷം വാക്വം ഡ്രസ്സിങ്ങിലൂടെ വൂണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയും ആ വൂണ്ട് കൃത്യമായിട്ട് നിർണ്ണയിച്ച് അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മരുന്നുകളും കൊടുത്തതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റുകയും അദ്ദേഹത്തിൻ്റെ കാല് പൂർണ്ണമായിട്ട് നമുക്ക് സേവ് എടുക്കാനും പറ്റി. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നിസ്സാരമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് കാലിലോ കയ്യിലോ ഉണ്ടാകുന്ന ചെറിയ മുറിവ്. ഇപ്പം ഈ ഒരു കേസിൽ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഉണ്ടായ കാര്യം തന്നെ ചെറിയൊരു മുറിവ് അദ്ദേഹം ഡ്രസ്സ് ചെയ്യുകയും പല സ്ഥലത്ത് അദ്ദേഹം കാണിച്ചിരുന്നു, പല സ്ഥലത്തും കാണിക്കുകയും ആൻറ്റിബയോട്ടിക്കുകൾ പലതെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കൃത്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കോ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ആ ചെറിയ മുറിവ് പടർന്ന് കാല് ഫുള്ളാകുകയും അതൊരു ആംബ്യൂട്ടേഷൻ വരെ എത്തുകയും ചെയ്തത്. അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് ഇങ്ങനെ ചെറിയ മുറിവുകൾ നിസ്സാരമായിട്ട് കരുതി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും. മാസങ്ങളോളം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയും അത് വളരെ മോശമായ കണ്ടീഷനിൽ എത്തുകയും ചെയ്യും. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് സർജറി മാത്രമല്ല. പ്ലാസ്റ്റിക് സർജൻസ് വി ആർ ദ വൺസ് ഹൂ ഡീൽ വിത്ത് വൂണ്ട് മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങളെ കാലിലോ കയ്യിലോ ഒക്കെ മുറിവ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ആ മുറിവിൻ്റെ ഡയഗ്നോസിസ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക.